ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇതിനു മുന്നേ AS40 ഇലിസ്ട്രേഷൻ 1 ചെയ്തിട്ടുണ്ടായിരുന്നു പർച്ചേസ് കൺസിഡറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി. സോ ഇത് അഡ്വാൻസ് അക്കൗണ്ടിങ് മൊഡ്യൂൾ 3 അമാൽഗമേഷൻ ഓഫ് കമ്പനീസിലെ പർച്ചേസ് കൺസിഡറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ റെഡി ചെയ്യാം നമുക്ക്. എസ് ലിമിറ്റഡ് ഈസ് അബ്സോർബ്ഡ് ബൈ പി ലിമിറ്റഡ്. എസ് ലിമിറ്റഡിനെ ആര് അബ്സോർബ് ചെയ്തു? പി ലിമിറ്റഡ് അബ്സോർബ് ചെയ്തു. എന്ന് വെച്ചാൽ എസ് ലിമിറ്റഡ് പോയി എസ് ലിമിറ്റഡ് എവിടെ വന്നു? പി ലിമിറ്റഡിൽ വന്നു. S Limited gives the following information on the date of absorption. Okay. Sundry assets 30 lakhs. Share capital 2,000. 7% preference shares 2 lakh. 5,000 equity shares of rupee 100 each 5 lakh. Reserves 3 lakh. 6% debentures 2 lakh. Trade payables 1 lakh. Additional information. P Limited has agreed to issue 9% preference shares of rupee 100 each in the ratio of 3 shares of P Limited for 4 preference shares in S Limited. എന്ന് വെച്ചാൽ എസ് ലിമിറ്റഡിൻ്റെ 4 പ്രിഫറൻസ് ഷെയർസിന് പി ലിമിറ്റഡ് എന്ത് ചെയ്തു? പി ലിമിറ്റഡിൻ്റെ 3 ഷെയർസ് കൊടുത്തു. എന്ന് വെച്ചാൽ എസ് ലിമിറ്റഡിൻ്റെ 4 പ്രിഫറൻസ് ഷെയർസിന് പി ലിമിറ്റഡിൻ്റെ 3 ഷെയർസ് കൊടുത്തു. എന്ന് വെച്ചാൽ എസ് ലിമിറ്റഡിന് ഇവിടെ എത്ര പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്? 2,000 പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. 2,000 പ്രിഫറൻസ് ഷെയർസ്. ഇവർക്ക് 2,000 പ്രിഫറൻസ് ഷെയർസ്. സോ 4 ഷെയർ ഉള്ളവർക്ക് 3 ഷെയർ വെച്ച് ആരെന്ത് കൊടുത്തു? പി ലിമിറ്റഡ് ഷെയർസ് കൊടുത്തു. സോ അങ്ങനെയാണ് നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. സോ 2,000 മൾട്ടിപ്ലൈഡ് വിത്ത് 3/4. സോ ഇവിടെ 2,000/4 ചെയ്താൽ മതി. എന്ന് വെച്ചാൽ 4 ഷെയർ ഉള്ളവർക്ക് 3 ഷെയർ വെച്ച് കൊടുത്തെന്നാണ് പറയണേ. സോ ഈസി കാൽക്കുലേഷനും 4 ഇടാം. 4 ഷെയർ ഉള്ളവർക്ക് 3 ഷെയർ വെച്ച് കൊടുത്തു. സോ എസ് ലിമിറ്റഡിൽ എത്ര ഷെയർ ഉണ്ട്? പ്രിഫറൻസ് ഷെയർസ് 2,000. ഇനി 3 ഷെയർ ആകുമ്പോൾ ഇവിടെ എത്ര ഷെയർ വരും അറിയാൻ വേണ്ടി നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 2,000 ഇൻറ്റു 3/4 ചെയ്യുമ്പോൾ ആൻസർ എത്ര വരും? 2,000 മൾട്ടിപ്ലൈ 3/4. സോ 1,500 ഷെയർസ് ആര് കൊടുക്കും? പി ലിമിറ്റഡ് എസ് ലിമിറ്റഡിൻ്റെ പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കും. അതിൻ്റെ ഫേസ് വാല്യൂ എത്ര? പ്രീമിയത്തിലാണ് ഇവിടെ ഇഷ്യൂ ചെയ്യണം? അല്ല, ഇവിടെ കൊടുക്കുന്നത് 100 സോ ആ 1,500 മൾട്ടിപ്ലൈഡ് വിത്ത് 100 1,15,000 വാല്യൂ ഉള്ള പ്രിഫറൻസ് ഷെയർസ് എസ് ലിമിറ്റഡിൻ്റെ പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കും. ഇത് മാറിപ്പോവരുതേ. In the ratio 3 shares of P Limited for 4 shares in 4 preference shares in S Limited. സോ ആ ടൈമിൽ ഇങ്ങനെ നോക്കിയാൽ മതി. 4 ഷെയർ ഉള്ളവർക്ക് 3 ഷെയർ വെച്ച് കൊടുത്തു. സോ 4 ഷെയർ എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ എത്ര വരും? 2,000 ആണ് ടോട്ടൽ എസ് ലിമിറ്റിനുള്ളത്. സോ അത് വെച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആ കൺഫ്യൂഷൻ മാർക്ക് കിട്ടും. ഓക്കെ. ദെൻ ഇനി ഇത് അലൗഡ് ആണോ അല്ലയോ? ആർക്കാണ് കൊടുക്കുന്നത്? പ്രിഫറൻസ് ഷെയർസിനാണ് കൊടുക്കുന്നത്. പ്രിഫറൻസ് ഷെയർസ് എസ് ലിമിറ്റഡ് ഓണർ ആണോ? യെസ്, ദേ ആർ ദി ഓണേഴ്സ് ഓഫ് ദി എസ് ലിമിറ്റഡ്. സോ ഇതെന്താ അലൗഡ് ആണോ? യെസ്, ഇറ്റ് ഈസ് അലൗഡ്. ഇത് അലൗഡാ. പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കാം. ദെൻ ആർക്ക് കൊടുക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അയാൾക്ക് എന്ത് കൊടുത്താലും പ്രശ്നമില്ല. പ്രിഫറൻസ് ഷെയർസ് അല്ലാതെ ഇക്വിറ്റി ഷെയർ കൊടുക്കാം, ക്യാഷ് കൊടുക്കാം, അസറ്റ്സ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ബട്ട് കൊടുക്കുന്നത് ആർക്കായിരിക്കണം? ആ എസ് ലിമിറ്റഡ് ഓണേഴ്സ് ആയിരിക്കും. ഹു ആർ ദി ഓണേഴ്സ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. ബട്ട് ഇവർക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അത് മാത്രം തെറ്റിച്ച് കളയത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് റീഡ് ചെയ്യാം നമുക്ക്. ടു ഇഷ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇൻ എസ് ലിമിറ്റഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. ഇത് അലൗഡ് അല്ല. സോ ബാലൻസ് നമ്മൾ റീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഇല്ല. കാരണം ആ എസ് ലിമിറ്റഡിൻ്റെ ഓണറല്ല ഡിബഞ്ചേഴ്സ്. ഓണേഴ്സിന് മാത്രം കൊടുക്കുന്നത് നമ്മൾ പർച്ചേസ് കൺസിഡറേഷനിൽ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ്. To pay ₹20 per share in cash and to issue 6 equity shares of ₹100 each issued at the market value ₹125 in lieu of every 5 shares held in S Limited and to assume the liability to trade payables. ഓക്കെ, ഇത് വായിക്കാം. ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുക്കുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പർച്ചേസ് കൺസിഡറേഷൻ അലൗഡ് ആണ്? യെസ്, പർച്ചേസ് കൺസിഡറേഷൻ അലൗഡ് ആണ് ഇക്വിറ്റി ഷെയർ ബിക്കോസ് ദേ ആർ ദി ഓണേഴ്സ് ഓഫ് ദി എസ് ലിമിറ്റഡ്. ഓക്കെ. ഇവിടെ ക്യാഷ് കൊടുക്കുന്നുണ്ട്. ക്യാഷ് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? ഇവിടെ 20 per share. സോ ഇക്വിറ്റി ഷെയർസ് ഇവിടെ എത്രയുണ്ട്? ഇവിടെ ഇക്വിറ്റി ഷെയർസ് ഉള്ളത് 5,000 ഇക്വിറ്റി ഷെയർസാണ്. ആ 5,000 മൾട്ടിപ്ലൈ 20 per ഷെയർ അല്ലേ? 5,000 ഇൻറ്റു 20.
സോ 1 lakh ക്യാഷ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. ദിസ് ഈസ് അലൗഡ്. എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ബട്ട് കൊടുക്കുന്നത് ആർക്കായിരിക്കണം? ഓണേഴ്സിനായിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ടു ഇഷ്യൂ 6 equity shares of ₹100 each issued at the market values ₹125 in lieu of every 5 shares held in S Limited. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എസ് ലിമിറ്റഡിൽ എത്ര ഷെയർസാണ്? 5 ഷെയർസ്. എസ് ലിമിറ്റഡിൻ്റെ 5 ഷെയർസിന് എത്ര ഷെയർസ് വെച്ചാണ് കൊടുക്കുന്നത്? 6 ഷെയർസ് വെച്ച്. ഓക്കെ, സോ എസ് ലിമിറ്റഡിൽ എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ട്? 5000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. 5000 ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5000 മൾട്ടിപ്ലൈഡ് വിത്ത് 6/5. സോ 5000 മൾട്ടി 6/5 6000 ഷെയർസാണ് കൊടുക്കുന്നത്. ഓക്കെ, 5 ഷെയർസ് ഉള്ളവർക്ക് 6 ഷെയർ വെച്ച് കൊടുത്തു. സോ ഇതെടുക്കാൻ നേരത്ത് നമ്മൾ ഫേസ് വാല്യൂയിലാണോ എടുക്കേണ്ടത്? ഈ 100ലാണോ കൊടുക്കേണ്ടത്? അല്ല, നമ്മൾ ഫുള്ളി പെയ്ഡ് അവിടെ പ്രീമിയത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ പ്രീമിയത്തിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇഷ്യൂ പ്രൈസിലായിരിക്കും കൺസിഡർ ചെയ്യേണ്ടത്, ഫേസ് വാല്യൂയിലല്ല കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് മാർക്കറ്റ് വാല്യൂ 125ലാണ്. ഫേസ് വാല്യൂ 100ലല്ല, നമ്മൾ ഷെയർസ് കൊടുക്കുന്നത് എത്ര വാല്യൂയിലാണ്? 125. സോ 6000 ഇൻറ്റു 125. സോ വാല്യൂ എത്ര വരും? 7,15,000. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ഇത് അലൗഡാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷും കൊടുത്തു, ഇക്വിറ്റി ഷെയർസും കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ടു അസ്യൂം ദ ലയബിലിറ്റി ടു ട്രേഡ് പേബിൾസ്. ഇവിടെ അസ്യൂം എന്ന് വാല്യൂ ചെയ്യുന്നത് ദേ ആർ അക്സെപ്റ്റ് ടു ടേക്കൺ ഓവർ ദി ലയബിലിറ്റി ടു ട്രേഡ് പേബിൾസിൻ്റെ ലയബിലിറ്റി അവർ ടേക്കൺ ഓവർ ചെയ്യാൻ അവർ അക്സെപ്റ്റ് ചെയ്തു. ആര് അക്സെപ്റ്റ് ചെയ്തു? പി ലിമിറ്റഡ് അക്സെപ്റ്റ് ചെയ്തു. ആരുടെ ലയബിലിറ്റി? എസ് ലിമിറ്റഡിൻ്റെ ലയബിലിറ്റി. ഓക്കെ, അതാണ് അസ്യൂം എന്ന് ഉദ്ദേശിക്കുന്നത്. അക്സെപ്റ്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Then question, you are required to calculate the purchase consideration. Okay, clear? Okay, നമുക്ക് എക്സാമിന് ആൻസർ ചെയ്തതിൻ്റെ രീതിയും പറഞ്ഞു തരാം. ഓക്കെ, സോ ആൻസർ പാര 1 ആൻഡ് പാര 2. പാര 1 ആൻഡ് പാര 2 എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആസ് പെർ ദി Para 3G of AS14 defines the term purchase consideration as the aggregate of the shares and the other security issues and the payment made in the form of cash or other assets by the transferee company to the shareholders of the transferor company. Our definition compulsory ആയിട്ട് purchase consideration പ്രോബ്ലം കമ്പ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ 100% ഷുവറായിട്ട് ആ പാര നിങ്ങൾ എഴുതിയിരിക്കണം. അതിന് മാർക്ക് അവർ ഡിനോട്ട് ചെയ്തിരിക്കും. ഓക്കെ, ദെൻ പാര 2 എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ടു ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓഫ് എസ് ലിമിറ്റഡ് ആസ് നോട്ട് എ പാർട്ട് ഓഫ് ദി പർച്ചേസ് കൺസിഡറേഷൻ. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുന്നത് പർച്ചേസ് കൺസിഡറേഷന് പാർട്ടാണ്? അല്ല. ആര് മാത്രമേ പാർട്ടായിട്ട്? എമൗണ്ട് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി ട്രാൻസ്ഫറർ കമ്പനി ആർ ദി പാർട്ട് ഓഫ് ദി പർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ, സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇവിടെ പാർട്ടല്ല എന്നാണ് പാര 2 എഴുതേണ്ടത്. ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, അതൊന്ന് റെഫർ ചെയ്യുക. ഓക്കെ, ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. ഫസ്റ്റ് നമ്മൾ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ, ബിക്കോസ് ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമേ നമുക്ക് എന്ത് കൊടുക്കാൻ അലൗഡ് ഉള്ളൂ ഇൻ ദി കേസ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. സോ ടു പ്രിഫറൻസ് ഷെയർസിന് ബൈ വേ ഓഫ് പ്രിഫറൻസ് ഷെയർസ് വഴി നമ്മൾ 2000 ഇൻറ്റു 3/4 ഇൻറ്റു 100 1,50,000. ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ബൈ വേ ഓഫ് ക്യാഷ് 20 per share. സോ 5000 ഷെയർസ് ഉണ്ട്, അതിന് 20 വെച്ച് കൊടുത്തപ്പോൾ 1 lakh ആയി. ദെൻ ബൈ വേ ഓഫ് ഇക്വിറ്റി ഷെയർസ് 5000 മൾട്ടിപ്ലൈ 6/5 ഇൻറ്റു 125. ഇവിടെ ഫേസ് വാല്യൂ 100 അല്ല എടുക്കുന്നത്, 100 അല്ല എടുക്കുന്നത്, മാർക്കറ്റ് വാല്യൂ 125 ഓക്കെ, സോ ടോട്ടൽ 7,15,000. സോ ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ ഈക്വൽ ടു ₹10 lakh. ദാറ്റ് ഈസ് ദ ആൻസർ. ഇവിടെ റുപ്പീസ് എഴുതാൻ മറക്കരുത്, അതിലെല്ലാം ഒരു മാർക്കൊരു നോക്കും. നമ്മൾ സപ്പോസ് നമ്മൾ എക്സാമിന് ഒരു 75 above മാർക്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. സോ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ടൈമിൽ ഇവർ നമുക്ക് ഇങ്ങനെ ചുമ്മാ നമ്മൾ വെറുതെ 1,50,000 അല്ലെങ്കിൽ 10 lakh നേരെ ഒരു മാർക്ക് മാക്സിമം കുറയ്ക്കാൻ നോക്കും. സോ നമുക്ക് ഫുൾ മാർക്ക് നമ്മൾ 70+ ഒക്കെ വാങ്ങിയാൽ നമുക്ക് ഇതിന് മാർക്ക് അവർ കുറച്ചുകൊണ്ടിരിക്കും. സോ മാക്സിമം നമ്മൾ റുപ്പീസ് നമ്മൾ പ്രാക്ടിക്കലി ചുമ്മാ വീട്ടിലിരുന്നേ വർക്കൗട്ട് ചെയ്യുമ്പോൾ റുപ്പീസ് അതിനിട്ട് പോയാൽ നമുക്ക് അത്രയും ആ ടൈമിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ റുപ്പീസ് നോർമലി പൊക്കോളും. ഓക്കെ, സോ അത് മാർക്ക് ചെയ്ത് റുപ്പീസ് ഇടാൻ. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.